ചെടികളിൽ കാണുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തേക്ക് ആദ്യമായി പാദഗമനം നടത്തിയത് ഇന്ത്യയുടെ മണ്ണിലായിരുന്നു. ഹിമാചലിലാണെന്ന് ഒരഭിപ്രായം പറയുന്നു. മറ്റൊരഭിപ്രായത്തിൽ പറയുന്നത് അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായ ഇന്നത്തെ പോലെ ചെറിയ ഒരു തുരുത്തായിരുന്നില്ല ഇന്ത്യ എന്നുള്ളത്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രവും ബംഗ്ലാദേശ് എന്ന രാഷ്ട്രവും ശ്രീലങ്കയും സിലോണും ബർമ്മയും എല്ലാം അന്ന് ഇന്ത്യ എന്ന വിശാലമായ ഈ രാഷ്ട്രത്തിന്റെ പരിധിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കലായാലും ജോഗ്രഫിക്കലായി എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോണിലെ ആദം മല എന്ന് അറിയപ്പെടുന്ന വിശ്വവിഖ്യാതമായ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ആദിമ മനുഷ്യനായ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒന്നാമത്തെ പ്രവാചകനായ മഹാനായ ആദം നബി അലൈഹിസ്സലാം പാദമൊന്നിയത്. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പൈതൃകം, ഏകദൈവ വിശ്വാസത്തിന്റെ ആദ്യത്തെ നാഥം ഈ ഭൂമിയിൽ മുഴങ്ങിയിരുന്ന ഒരു പ്രദേശം അത് ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും സ്നേഹിക്കുന്ന വിശ്വാസികൾ മുഴുവൻ. ഇനിയും എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ പ്രശസ്തനായ ചരിത്രകാരനും കർമ്മശാസ്ത്ര വിശാരദനുമായിരുന്നു മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സുവിദിതമായ ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ഈ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തുന്നു മഹാനായ ആദം നബി അലൈഹിസ്സലാം എന്ന ഒന്നാമത്തെ മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് നിന്ന് 40 പ്രാവശ്യം നടന്നുകൊണ്ട് വിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് എന്ന്. ഇനി നിങ്ങളൊന്ന് തലച്ചോർ ഉപയോഗിച്ച് ചിന്തിക്കുക. ഇസ്ലാം മത വിശ്വാസത്തിലെ ഹജ്ജ് എന്നുള്ളത് വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്താനുള്ളതാണ്, വർഷത്തിൽ ഒരിക്കലാണ്. ഒരു വ്യക്തി 40 തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകണമെങ്കിൽ അതിന്റെ അർത്ഥം 39 തവണയും അദ്ദേഹം ഹജ്ജ് നിർവഹിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഒരാൾക്ക് 40 വട്ടം ഇവിടെ നിന്ന് യാത്ര ചെയ്ത് വീണ്ടും മക്കായിൽ പോയി ചെയ്യണമെങ്കിൽ അദ്ദേഹം 39 പ്രാവശ്യം എവിടെ മടങ്ങി വന്നിരിക്കണം? ഇന്ത്യയിലേക്ക്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇത്രയേറെ ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് 39 വർഷവും ഈ രാജ്യത്തേക്ക് തന്നെ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇന്ത്യ രാജ്യത്തിന്റെ ആകാശത്തെ സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ്, ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹ സന്ദേശ റാലിയിൽ കാരുണ്യം ദേവാസയുടെ പ്രവർത്തകർ ആശയോടുകൂടി നൽകുന്നൊരു മഹാസന്ദേശം. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തെ അടങ്ങമായി കളയിക്കുന്നു, ഈ രാജ്യത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ കഅബ ശരീഫ് സ്ഥിതി ചെയ്യുന്ന മക്കയെ മുസ്ലിങ്ങൾ വിശ്വാസപൂർവം അതേ ഇബാദത്തിന്റെ ഭാഗമായി ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മദീന ശരീഫ് ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ മുഹമ്മദ് റസൂലുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമികയാകുന്നു. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിമായിരുന്ന മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയത്, ഞാൻ മദീന എന്ന മണ്ണിനെക്കാളും ഇഷ്ടപ്പെടുന്നത് നിഖില പ്രപഞ്ചത്തിരുത്തമം ഭാരതം. അതേപോലെ വിശ്വാസിയാണ്, പ്രവാചക അനുരാഗിയാണ്. നിഖില പ്രപഞ്ചത്തിൽ ഉത്തമം മക്കയാണെന്ന് പറഞ്ഞില്ല, നിഖില പ്രപഞ്ചത്തിൽ ഉത്തമം മദീനയാണെന്ന് പറഞ്ഞില്ല. നിഖില പ്രപഞ്ചത്തിൽ ഉത്തമം ഭാരതം. തുഷാഹീൻ ഹേ പർവാസ് ഹേ കാം തേരാ. നീയൊരു രാജാവ് പക്ഷിയാകുന്നു, നിനക്ക് വേണ്ടി പറക്കുവാൻ ആകാശം ഇനിയെത്തായെന്ന് ഈ രാജ്യത്തോട് സ്തുതിമീട്ടിയ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ അനുയായികൾ ഈ രാജ്യത്ത് മൃദുവായി കാലുറപ്പിച്ചുകൊണ്ട് പറയുന്നു, ഈ രാജ്യത്തെ വെട്ടിമുറിക്കുവാനോ ഈ രാജ്യത്തെ പരിക്കൽപ്പിക്കുവാനോ ഇവിടെയുള്ള ഇതര മതജന വിഭാഗങ്ങളുടെ ആരാധനയുടെ കേന്ദ്രങ്ങളിൽ കല്ലെറിയുവാനോ
ചെയ്യുവാനോ വർഗീയതയുടെയും ഭാഗീയതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും സർവമത വിദ്വേഷത്തിന്റെയും വിഷധൂളികകളും തവളിവകളും ഇവിടെ പരത്തുവാനോ ഒരു മുസ്ലിമിന് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ഞാനൊന്നുകൂടി